Hello, welcome to Red Shot Talks. നമസ്കാരം. നമ്മുടെ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന തിങ്കളാഴ്ച, അതായത് 2025 ഓഗസ്റ്റ് 25 നിഫ്റ്റി 50 ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക പ്ലാനാണ്. നമ്മുടെ കയ്യിലൊരു ഡോക്യുമെന്റ് ഉണ്ട്. അത് ഈ ദിവസത്തേക്കുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വില നിലവാരങ്ങൾ, സാധ്യതകൾ, പിന്നെ തന്ത്രങ്ങൾ ഒക്കെ മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ശരി, നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലല്ലേ. ഈ തിങ്കളാഴ്ചയ്ക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. FNO എക്സ്പയറി ആഴ്ച തുടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായും കുറച്ച് അധികം ചാഞ്ചാട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തീർച്ചയായും. അപ്പോൾ ഈ പ്ലാനിൽ പറയുന്ന ഷോർട്ട് സെറ്റപ്പ്, പിന്നെ ലോങ് സെറ്റപ്പ്, മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റ് വ്യൂ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. തീർച്ചയായും. ഈ എക്സ്പയറി ആഴ്ചകളുടെ തുടക്കത്തിൽ ഒരു വ്യക്തമായ പ്ലാനോടെ മാർക്കറ്റിനെ കാണുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ആ ദിവസങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്നുള്ള മൂവ്മെന്റ്സ് ഒക്കെ വരാം. ശരിയാണ്. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും ഒരു തീരുമാനമെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഈ പ്ലാൻ നോക്കുമ്പോൾ ഇത് കുറച്ച് പ്രധാനപ്പെട്ട ലെവൽസിനെയും ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യാമെന്നതിനെയും ബേസ് ചെയ്തിട്ടാണ്. വെറുതെ ഒരു ഊഹം വെച്ച് പോകാതെ ഒരു എൻട്രി എക്സിറ്റൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാനിലെ ആ പ്രധാന നിർദ്ദേശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഷോർട്ട് ചെയ്യാനാണ് കൂടുതൽ ഊന്നലല്ലേ? അതെ. അതായത് വില താഴേക്ക് പോകുമെന്നൊരു അനുമാനത്തിൽ ട്രേഡ് ചെയ്യാൻ. ഇതൊരു ഗ്യാപ് ഫിൽ ട്രേഡായിട്ടാണ് പറയുന്നത്. ഈ ഗ്യാപ് ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെപ്പോഴും സംഭവിക്കുമോ? നല്ല ചോദ്യം. ഗ്യാപ് എന്ന് പറഞ്ഞാൽ ഇപ്പോ വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്ത ഒരു വിലയുണ്ടാവുമല്ലോ. തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുന്നത് അതിൽ നിന്ന് ഒരുപാട് മാറിയാണെങ്കിൽ ചിലപ്പോൾ താഴോട്ടോ മുകളിലോട്ടോ ആവാൻ. ഓക്കേ. അപ്പോ ആ പഴയ ക്ലോസിങ്ങും പുതിയ ഓപ്പണിങ്ങും തമ്മിൽ ചാർട്ടിൽ ഒരു വിടവ് കാണും. ശരി. പലപ്പോഴും മാർക്കറ്റ് പിന്നീട് ആ വിടവ് നികത്താൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഈ ഗ്യാപ് ഫിൽ. താഴേക്ക് ഗ്യാപ് ഡൗൺ ആയാൽ മുകളിലേക്ക് വന്ന് ഫിൽ ചെയ്യാം. മുകളിലേക്ക് ഗ്യാപ്പ് അപ്പ് ആയാൽ താഴേക്ക് വന്നും ഫിൽ ചെയ്യാം. ഈ പ്ലാൻ അനുസരിച്ച് ഒരു ഗ്യാപ്പ് താഴേക്ക് ഫിൽ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതായത് വില താഴേക്ക് വന്ന് ആ വിടവ് നികത്താൻ ശ്രമിക്കുമെന്ന്. അതെ. ആ ഒരു പ്രതീക്ഷയിലുള്ള ട്രേഡാണ് ഈ ഗ്യാപ് ഫിൽ ട്രേഡ്. എപ്പോഴും സംഭവിക്കണമെന്നില്ല, പക്ഷേ ഇതൊരു സാധാരണയായി കാണുന്ന ഒരു കാര്യമാണ്. പ്ലാൻ അതിനാണ് മുൻഗണന കൊടുക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഈ ഷോർട്ട് സെറ്റപ്പിൽ എവിടെയാണ് എൻട്രി എടുക്കാൻ പ്ലാൻ പറയുന്നേ? 1 മണിക്കൂർ ബ്രേക്ക് ഡൗൺ സോൺ എന്നൊരു വാക്ക് കണ്ടു. അതെ. ഷോർട്ട് എൻട്രിക്കുള്ളൊരു പ്രധാന സിഗ്നലായിട്ട് പ്ലാൻ കാണുന്നത് 24,840 എന്ന ലെവലിന് താഴേക്ക് വില പോകുന്നതാണ്. ഇതൊരു മണിക്കൂർ ചാർട്ടിലൊരു പ്രധാന സപ്പോർട്ട് ലെവൽ ആയിരുന്നിരിക്കാം. ഓക്കെ. അപ്പൊ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ പോകുമ്പോൾ അതൊരു വീക്ക്നെസിന്റെ സൂചനയായിട്ട് എടുക്കാം. അതാണ് 1H ബ്രേക്ക് ഡൗൺ സോൺ. പ്ലാനിൽ പറയുന്ന വേറൊരു കാര്യം, ഈ 24,840 ബ്രേക്ക് ചെയ്ത ശേഷം വില ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് തിരിച്ചു കയറി ഏകദേശം ആ 24,840-നും 24,855-നും ഇടയിലേക്ക് വരുമ്പോൾ ഷോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിനെയാണോ റീടെസ്റ്റിൽ വിൽക്കുക എന്ന് പറയുന്നത്? അതെ, സെൽ ഓൺ റീടെസ്റ്റ്. ഇത് കുറച്ചുകൂടി ഒരു കൺഫർമേഷൻ ശേഷമുള്ള എൻട്രിയാണ്. കാരണം താഴേക്ക് പോയത് ചുമ്മാ ഒരു ഫോൾസ് ബ്രേക്ക് അല്ലെന്നും ആ പഴയ സപ്പോർട്ട് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നും ഒരു സൂചന കിട്ടും. ഇനി റിസ്ക് മാനേജ്മെന്റ്. സ്റ്റോപ്പ് ലോസ് അത് 24,905 വെച്ചിരിക്കുന്നത്. ഇത് എൻട്രി പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ദൂരെയല്ല. ഈ എക്സ്പയറി വീക്കിലെ വോളാറ്റിലിറ്റിയിൽ ഇത് പെട്ടെന്ന് അടിച്ചു പോവില്ലേ? അതെ, അത് ശരിയായൊരു സംശയമാണ്. സ്റ്റോപ്പ് ലോസ് 24,905 എന്ന് വെച്ചാൽ ഏകദേശം ഒരു 50-65 പോയിന്റ് റിസ്ക് വരും ആ റീടെസ്റ്റ് എൻട്രിയിൽ നിന്ന്. ഇൻട്രാഡേയിൽ ഇത് അത്ര വലുതല്ല, പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ എക്സ്പയറി വീക്കിൽ ചാഞ്ചാട്ടം കൂടുമല്ലോ. അതെ. അപ്പോ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാനുള്ള സാധ്യതയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് പിന്നെ നമ്മുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി, പൊസിഷൻ സൈസിങ് ഒക്കെ പ്രധാനം. ഈ പ്ലാൻ ആ ലെവല് പറയുന്നത് ഒരുപക്ഷെ 24,905-ന് മുകളിലേക്ക് വില തിരിച്ചു കയറിയാൽ പിന്നെ ഈ ഷോർട്ട് ചെയ്യാനുള്ള കാരണം ആ ഒരു ബെയറിഷ് വ്യൂ ചിലപ്പോൾ ശരിയാവില്ല എന്നതുകൊണ്ടാണ്. ശരിയാണ്. ഇനി ടാർഗറ്റുകൾ, ലാഭം എവിടെയെല്ലാം പ്രതീക്ഷിക്കാം? 3 ടാർഗറ്റുകൾ ഉണ്ടല്ലോ ഷോർട്ടിന്. അതെങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ആ ടാർഗറ്റുകൾക്കും അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ടാർഗറ്റ് 24,720. പ്ലാനില് അതിനെ ഗ്യാപ് ടോപ്പ് എന്നാണ് പറയുന്നത്. ഗ്യാപ് ടോപ്പ്. നേരത്തെ പറഞ്ഞ ആ ഗ്യാപ്പിന്റെ മുകളിലത്തെ ലെവലായിരിക്കാം. ആദ്യത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ ആയിട്ട് കാണാം. രണ്ടാമത്തെ ടാർഗറ്റ്
24,660. ഇതാണ് ശരിക്കും ആ ഗ്യാപ്പ് ഫിൽ എന്ന പ്ലാൻ ഉദ്ദേശിക്കുന്ന മെയിൻ ലക്ഷ്യം. ആ വിടവ് മുഴുവനായി നികത്തുന്ന പോയിന്റ്. അതെ, ആ ലെവലിലെത്തുമ്പോൾ മാർക്കറ്റിനൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ ടാർഗറ്റ് 24,600. ഇതൊരു ഡിമാൻഡ് സോൺ ആയിട്ടാണ് പ്ലാൻ കാണുന്നത്. ഡിമാൻഡ് സോൺ എന്നുവെച്ചാൽ മാർക്കറ്റിൽ വില കുറയുമ്പോൾ ഇത് കൊള്ളാവുന്ന വിലയാണല്ലോ എന്ന് കരുതി വാങ്ങാൻ ആൾക്കാർ താൽപ്പര്യം കാണിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ വില അങ്ങോട്ടെത്തുമ്പോൾ ആ താഴോട്ടുള്ള പോക്കിനൊരു തടസ്സം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിയാനും സാധ്യതയുണ്ട്. ഈ ഓരോ ടാർഗറ്റിലും കുറച്ച് ലാഭം എടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് താഴേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഈ ഷോർട്ട് സെറ്റപ്പിന്റെ റിസ്ക് റിവാർഡ് അനുപാതം RR റേഷ്യോ ഏകദേശം 1.25 ആണെന്നും പറയുന്നുണ്ട്. അതായത് റിസ്ക് ചെയ്യുന്നതിന്റെ 2.5 ഇരട്ടി വരെ കിട്ടാൻ സാധ്യത. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. അതെ, നല്ലൊരു RR ആണ്. നല്ല റിസ്ക് റിവാർഡ് എപ്പോഴും ആകർഷകമാണല്ലോ. ഇനി നമുക്ക് ലോങ് സൈഡിലേക്ക് വരാം. അതായത് വില മുകളിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിലുള്ള ട്രേഡ്. പക്ഷെ പ്ലാൻ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരു കണ്ടീഷൻ വെക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഈ ലോങ് സെറ്റപ്പ് നോക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഗ്യാപ്പ് ഫിൽ ഏതാണ്ട് കഴിഞ്ഞിട്ട് ഒരു തിരിഞ്ഞുകയറ്റം, ഒരു റിവേഴ്സൽ വന്നാൽ മാത്രം മതിയെന്ന്. എന്തായി കണ്ടീഷൻ ഇത്ര സ്ട്രോങ് ആവാൻ കാരണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഈ പ്ലാനിന്റെ ഒരു ബേസിക് അസംഷൻ തിങ്കളാഴ്ച മാർക്കറ്റ് കുറച്ച് ബെയറിഷ് ആയിരിക്കും, താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതലെന്നാണ്. ശരി, ഗ്യാപ്പ് ഫിൽ ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ ആ പ്രധാനപ്പെട്ട താഴോട്ടുള്ള നീക്കം കഴിഞ്ഞതിന് ശേഷം, അതായത് ഏകദേശം ആ 24,660 എന്ന ഗ്യാപ്പ് ഫിൽ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയ ശേഷം അവിടെ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് തിരിച്ചു കയറാൻ ശ്രമിച്ചേക്കാം. കാരണം ആ ഭാഗത്ത് ചിലപ്പോൾ വാങ്ങാൻ ആൾക്കാരുണ്ടാവാം. നേരത്തെ പറഞ്ഞ ഡിമാൻഡ് സോണിന്റെ അടുത്തായതുകൊണ്ട്. അതെ, ആ ഒരു തിരിഞ്ഞുകയറ്റത്തെ ക്യാച്ച് ചെയ്യാനാണ് ഈ ലോങ് സെറ്റപ്പ്. പക്ഷേ പ്രധാന ട്രെൻഡ് താഴേക്കാണ് നമ്മൾ കരുതുമ്പോൾ അതിനെതിരെ ലോങ് പോകുന്നത് കുറച്ച് റിസ്കിയാണ്. ശരിയാണ്. അതുകൊണ്ട് ഗ്യാപ്പ് ഫില്ലായി എന്ന് കണ്ട ഉടനെ ചാടിക്കറി ലോങ് എടുക്കരുത്. വില അവിടെ സ്റ്റോപ്പായി സ്റ്റേബിളായി മുകളിലേക്ക് തിരിയുന്നതിന്റെ എന്തെങ്കിലും വ്യക്തമായ സിഗ്നൽസ്, ഒരു കൺഫർമേഷൻ കിട്ടിയ മാത്രം ലോങ് നോക്കുക. അല്ലെങ്കിൽ ആ വീഴുന്ന കത്തിപിടിക്കാൻ നോക്കുന്നത് പോലെയാവും. കൺഫർമേഷൻ നോക്കണം. അപ്പോ കൺഫർമേഷൻ കിട്ടിയാല് എവിടെയാണ് ലോങ് എൻട്രിക്ക് സാധ്യത? പ്ലാനിൽ പറയുന്ന സോൺ 24,670-നും 24,690-നും ഇടയിലാണ്. ഇത് ഗ്യാപ്പിനുള്ളിലാണെന്നും പറയുന്നു. അതെ, അത് ശ്രദ്ധിച്ചോ? ഷോർട്ട് ട്രേഡിന്റെ മെയിൻ ടാർഗറ്റ് 24,660 ആയിരുന്നു. ലോങ് എൻട്രി പറയുന്നത് അതിന്റെ തൊട്ടു മുകളിലാണ്, 24,670-690 സോണിൽ. അതിനർത്ഥം ഗ്യാപ്പ് ഏകദേശം ഫിൽ ചെയ്ത ശേഷം ആ ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഏരിയയിൽ വെച്ച് തന്നെ ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നു. ഓക്കേ. ഷോർട്ട് എടുത്തവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും പുതിയ ലോങ് എൻട്രികൾ വരുന്നതും ആ ഭാഗത്തൊരു ഡിമാൻഡ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഷോർട്ട് ടാർഗറ്റുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. ആ സോണിൽ നല്ല ബുള്ളിഷ് സിഗ്നൽസ്, നല്ല ക്യാൻഡിൽസ് ഒക്കെ വരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം ഈ എൻട്രി എടുക്കാൻ. ഈ ലോങ് സെറ്റപ്പിന്റെ സ്റ്റോപ്പ് ലോസ് 24,600, ഇത് ഷോർട്ട് സെറ്റപ്പിന്റെ മൂന്നാമത്തെ ടാർഗറ്റും ഡിമാൻഡ് സോണുമായിരുന്നല്ലോ. അപ്പൊ അത് ലോജിക്കലാണ്. അതെ, കറക്റ്റ്. ലോൺ എടുത്ത ശേഷം വിചാരിച്ച പോലെ മുകളിലേക്ക് പോകാതെ വീണ്ടും താഴേക്ക് വന്നാൽ ആ 24,600 എന്ന ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യുന്നത് അതൊരു അപകട സൂചനയാണ്. അതുകൊണ്ട് ആ ലെവൽ സ്റ്റോപ്പ് ലോസായി വെച്ചു. ഇനി ലോങ് പൊസിഷന്റെ ടാർഗറ്റുകൾ നോക്കിയാൽ, ഒന്നാമത്തേത് 24,760, രണ്ടാമത്തേത് 24,840. ഇത് ഓർമ്മയുണ്ടാവുമല്ലോ. ഷോർട്ടിന്റെ ബ്രേക്ക് ഡൗൺ ലെവൽ. അതെ, താഴേക്ക് ബ്രേക്ക് ചെയ്ത ഒരു സപ്പോർട്ട് തിരിച്ചു മുകളിലേക്ക് വരുമ്പോൾ അതൊരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. നല്ല തടസ്സമുണ്ടാവാം അവിടെ. അതുകൊണ്ട് അതൊരു പ്രധാന ടാർഗറ്റാണ്. മൂന്നാമത്തെ ടാർഗറ്റ് 24,920. ഈ ലോങ് സെറ്റപ്പിന്റെ RR റേഷ്യോ ഏകദേശം 1.2 ആണെന്നും പറയുന്നുണ്ട്. ഷോർട്ടിനേക്കാൾ കുറവാണെങ്കിലും മോശമില്ലാത്ത റേഷ്യോ ആണ്. ഇനി നമുക്ക് മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരാം. ബയസ്, പിന്നെ വോളാറ്റിലിറ്റിയെ പറ്റിയുള്ള മുന്നറിയിപ്പ്. പ്ലാൻ വീണ്ടും പറയുന്നു തിങ്കളാഴ്ചത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ബെയറിഷ് ആണെന്ന്, ലോവർ ഹൈസ് ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണെന്ന്. ഈ ലോവർ ഹൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ സാഹചര്യത്തിൽ എങ്ങനെയാ പ്രസക്തമാവുന്നത്? ലോവർ ഹൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോവാൻ ശ്രമിക്കുന്നു, പക്ഷേ ഓരോ തവണയും മുൻപത്തെ ഹൈ ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
അതിനും താഴെ ഒരു പുതിയ ഹൈ ഉണ്ടാക്കിയിട്ട് വീണ്ടും താഴേക്ക് തിരിയുന്നു. ഇതാണ് അവസ്ഥ. ഓ, ഇത് സാധാരണയായി ഒരു ഡൗൺ ട്രെൻഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു വീക്കായിട്ടുള്ള മാർക്കറ്റിൻ്റെയോ ലക്ഷണമാണ്. സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്നതിൻ്റെ സൂചന. അപ്പോൾ ഈ പ്ലാൻ, ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് തിങ്കളാഴ്ച റെസിസ്റ്റൻസ് ലെവൽസിൽ, അതായത് വില മുകളിലേക്ക് പോകുമ്പോൾ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് പ്ലാനിൽ സൂചിപ്പിക്കുന്ന 25,050, 25,100 എന്നൊരു സോണുണ്ട്. അതൊരു പ്രധാന റെസിസ്റ്റൻസ് ഏരിയ ആവാം. അവിടെയൊക്കെ ഷോർട്ട് ചെയ്യാനുള്ള അവസരം നോക്കാനാണ് പറയുന്നത്. സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി. അതെ, അല്ലാതെ ഓരോ ചെറിയ താഴ്ചയിലും ചാടിക്കേറി ലോങ് എടുക്കാൻ നോക്കരുത് എന്ന് പ്ലാൻ പറയുന്നു. ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിങ്ങിനെ ലോവർ ഹൈസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ബെയറിഷ് വ്യൂവിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട്. ലോങ് പോകണമെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 24,800 പോലെയുള്ളൊരു പ്രധാന സപ്പോർട്ട് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു തിരിഞ്ഞുകയറ്റത്തിന്റെ സിഗ്നൽ കിട്ടണം. അതെ, ആ 24,800 എന്ന ലെവൽ ഇടയ്ക്കിടെ വരുന്നുണ്ട്. ഇനി ആ മുന്നറിയിപ്പ് FNO എക്സ്പയറി വീക്ക് ഇതെങ്ങനെ ബാധിക്കും? എക്സ്പയറി ആഴ്ചകൾ അതെപ്പോഴും കുറച്ച് കൂടുതൽ വൊളാറ്റിലിറ്റിക്ക് സാധ്യതയുള്ള സമയമാണ്. കാരണം വ്യാഴാഴ്ചത്തെ എക്സ്പയറിക്ക് മുമ്പായിട്ട് വലിയ പ്ലേയേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവരുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പൊസിഷനുകൾ ഒന്നുകിൽ അടുത്ത മാസത്തേക്ക് റോൾ ഓവർ ചെയ്യും, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യും, പുതിയതെടുക്കും. അതിന്റെ ഒരു തിരക്കുണ്ടാവും. അതെ, ഈ ആക്ടിവിറ്റീസൊക്കെ മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ്സിന് കാരണമാവാം. അതുകൊണ്ടാണ് പ്ലാനിൽ ആ 24,800 സപ്പോർട്ടിനും 25,100 റെസിസ്റ്റൻസിനും ഇടയിലുള്ള റേഞ്ചിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ചിലപ്പോൾ വില ഈ റേഞ്ചിനുള്ളിൽ കിടന്ന് കളിക്കാം, റേഞ്ച് ബൗണ്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാം. ഈ സമയത്ത് ഒരു വ്യക്തമായ കൺഫർമേഷൻ ഇല്ലാതെ ട്രേഡിൽ കയറുന്നത് ചിലപ്പോൾ അപകടമാവാം. ഉദാഹരണത്തിന് ഇപ്പോൾ 24,840 ബ്രേക്ക് ചെയ്തു എന്ന് കരുതി ഷോർട്ട് എടുത്തു. പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് വില തിരിച്ചു കയറി 24,900 മുകളിൽ പോയെന്ന് വരാം. സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അതെ, അതുകൊണ്ട് ഒന്നുകിലൊരു ബ്രേക്കൗട്ടോ ബ്രേക്ക് ഡൗണോ നല്ലോണം കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലെവലിൽ തട്ടി വില തിരിയുന്നതിൻ്റെ സിഗ്നൽ നോക്കുക. പ്ലാനിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ 24,800, 25,100 റേഞ്ചിൻ്റെ നടുക്ക് നിന്ന് ട്രേഡ് എടുക്കുന്നത് ഒഴിവാക്കാൻ. കാരണം അവിടെ ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടാൻ പാടായിരിക്കും. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ആകെത്തുക എന്താണ്? നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ആൾക്ക് ഈ വിവരങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം? ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഇത് ഒരു പ്രത്യേക ട്രേഡിംഗ് പ്ലാനിന്റെ അനാലിസിസ് ആണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. വളരെ ശരിയാണ്. ഇതൊരു ഉപദേശമായിട്ട് എടുക്കരുത്. ഇതൊരു സാധ്യതയെക്കുറിച്ചുള്ള പഠനമാണ്. ഈ പ്ലാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, തിങ്കളാഴ്ചത്തെ ഒരു പ്രധാന സാധ്യതയായിട്ട് പ്ലാൻ കാണുന്നത് ഗ്യാപ് ഫില്ലാണ്, അതായത് ഒരു ഷോർട്ട് മൂവ്. 2, പ്രധാനപ്പെട്ട വില നിലവാരങ്ങൾ 24,840, 24,905, 24,660, 24,600. പിന്നെ ലോങ്ങിന് 24,670, 690, 24,800, 25,050, 100 റേഞ്ച്. ഈ ലെവൽസ് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അതെ. 3, ഈ ലെവൽസിന് പിന്നുള്ള കാരണമെന്താണ്? ഗ്യാപ്പ്, ബ്രേക്ക് ഡൗൺ, ഡിമാൻഡ് സോൺ, അതിൻ്റെ ഒരു ലോജിക്. 4, എക്സ്പയറി വീക്ക് ആയതുകൊണ്ട് വോളാറ്റിലിറ്റി കൂടും, അതുകൊണ്ട് കൺഫർമേഷൻ നോക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിലും തിങ്കളാഴ്ച മാർക്കറ്റ് ഈ ലെവൽസിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നോക്കുന്നത് തന്നെ ഒരു പഠനമാണ്. ശരിയാണ്. വില ഈ ലെവൽസിന്റെ അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്ലാനിൽ പറഞ്ഞ പോലെയാണോ അതോ വേറെ രീതിയിലാണോ? ഇത് മാർക്കറ്റിന്റെ ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. നന്നായി പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലെ പ്രധാന പോയിന്റ്സ് ഒന്നുകൂടി പറയാം. പ്ലാനിന്റെ മെയിൻ ഫോക്കസ് ഷോർട്ട് സൈഡിലാണ്. ഗ്യാപ്പ് ഫില്ലാണ് പ്രധാന ലക്ഷ്യം. ഷോർട്ട് സെറ്റപ്പിനും കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലോങ് റിവേഴ്സൽ സെറ്റപ്പിനും എൻട്രി, സ്റ്റോപ്പ്, ടാർഗറ്റ് സോണുകൾ പറഞ്ഞിട്ടുണ്ട്. 24,800, 24,600 എന്നിവ പ്രധാന സപ്പോർട്ടുകളായും 24,840, 25,050, 25,100 എന്നിവ റെസിസ്റ്റൻസുകളായും പ്ലാൻ കാണുന്നു. FNO എക്സ്പയറി വീക്ക് തുടങ്ങുന്നതുകൊണ്ട് വോളാറ്റിലിറ്റി കൂടും. ട്രേഡുകൾക്ക് കൺഫർമേഷൻ നോക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു മുന്നറിയിപ്പ്. അതെ, അതോടൊപ്പം തന്നെ ഇതൊരു പ്ലാൻ മാത്രമാണ്, ഒരു സാധ്യത മാത്രമാണ്. മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ തന്നെ പോകണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോടെ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ചും ആ 24,800, 25,100 എന്ന വലിയ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് എങ്ങനെ നീങ്ങുന്നു എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
വളരെ നന്നായി. ഇനി കേൾക്കുന്ന നിങ്ങൾക്കായിട്ട് ഒരു ചിന്ത പങ്കുവയ്ക്കാണ്. ഈ പ്ലാൻ കൂടുതലും ടെക്നിക്കൽ ലെവൽസ്, ഗ്യാപ് ഫിൽ പോലുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഈ എക്സ്പയറി വീക്കിലെ കൂടിയ വോളാറ്റിലിറ്റി മുതലെടുക്കാൻ വലിയ പ്ലെയേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ്, ഈ പ്രധാനപ്പെട്ട ലെവൽസിനെ 24,800 സപ്പോർട്ട്, 25,100 റെസിസ്റ്റൻസ് എങ്ങനെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്? ചിലപ്പോൾ സാധാരണ റീറ്റെയിൽ ട്രേഡർമാരെ ട്രാപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വലിയ പൊസിഷനുകൾക്കനുസരിച്ച് വിലയെ നീക്കാനോ ഒക്കെ അവർ ശ്രമിക്കുമോ? ഇനി വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ, ഒരു പക്ഷേ ഈ പ്ലാനിലെ പ്രധാന ഐഡിയയായ ബെയറിഷ് വ്യൂവിനെതിരെ 25,100 എന്ന റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് നല്ലൊരു മൂവ്മെന്റ് വന്നാൽ, അപ്പോൾ ഈ പ്ലാനിൽ പറയാത്ത എന്തൊക്കെ പുതിയ സാധ്യതകൾ വരും? ഈ പ്ലാൻ അസാധുവാകുമോ? അതോ ഇതിനെ പുതിയ സാഹചര്യത്തിനനുസരിച്ച് മാറ്റേണ്ടി വരുമോ? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. എന്തായാലും ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി.